ഇപ്പൊ ഞാൻ ഇവള് തനിക്ക് തന്ന സ്വർണ്ണ വലിച്ചെറിഞ്ഞത്. അതിനൊപ്പം ഒന്നുകൂടി ചെയ്യേണ്ടതാ. ദേ, ഈ താലിയുണ്ടല്ലോ, ഇതും അഴിച്ച് തന്റെ മുഖത്തേക്ക് എറിഞ്ഞു തരേണ്ടതാ. തൽക്കാലം അത് ഞാൻ ചെയ്യുന്നില്ല. നമ്മൾ തമ്മിൽ ബന്ധം പിരിയുന്ന ഒരു ദിവസം വരും. അന്ന് അങ്ങനൊരു മുഹൂർത്തം ഞാൻ മാറ്റി വച്ചിരിക്ക. കമലേശ്വരൻ ജ്വല്ലറി മാറ്റിയിട്ട് മറ്റൊരു ജ്വല്ലറിന്ന് സ്വർണം എടുത്താലും എന്റെ ഭർത്താവ് മാറില്ലടോ. സ്വന്തം ഏട്ടന്റെ തണലിൽ ജീവിച്ച തനിക്ക് ഈ ജന്മം പെണ്ണിന്റെ മനസ്സറിഞ്ഞ് ജീവിക്കാൻ പറ്റില്ലടോ. ഇവളുണ്ടല്ലോ, ഇയാളെ പോലൊരാളെ കല്യാണം കഴിച്ചതിന്റെ പരിക്ക് തീർക്കുന്നത് ഇങ്ങനൊക്കെ ചെയ്തിട്ടാ. ഇപ്പൊ ഇവളുടെ മനസ്സിനകത്ത് ചിരിയാടോ. ഇവൾക്ക് നഷ്ടപ്പെട്ടു പോയ കുടുംബജീവിതം എനിക്കും വേണ്ടാന്ന് ഇവൾ ഉറപ്പിച്ചു കഴിഞ്ഞു. അതുകൊണ്ടാ ഇങ്ങനൊക്കെ ചെയ്യുന്നത്. നിന്റെ ഇവന്റെയും കുടുംബജീവിതം നന്നായിട്ട് പോകാൻ വേണ്ടിയിട്ടാ ഇയാൾ അങ്ങനൊരു പ്രവൃത്തി ചെയ്തത്. ആ സമയത്ത് ഞാൻ ഇയാളെ ഒരുപാട് കുറ്റപ്പെടുത്തിയതാ, വിമർശിച്ചതാ. അതൊന്നും ഇയാള് കേട്ടില്ല. ആരും ഒന്നും പറയണ്ട, എല്ലാരും കണക്കാ. സ്വന്തം വെഡിങ് ആനിവേഴ്സറി എന്നാണെന്ന് പോലും ഇയാൾക്ക് അറിയത്തില്ല. അതറിഞ്ഞായിരുന്നോ അമ്മ? ഞാൻ ആ ഡേറ്റ് പറഞ്ഞിട്ട് പോലും ഇയാൾക്കത് ഓർമ്മ വന്നില്ല. പിന്നല്ലേ ഇയാള് വിലപിടിപ്പുള്ള സമ്മാനങ്ങളുമായിട്ട് വരുന്നേ. ഇനിയും ഇതുപോലെ വെഡിങ് ആനിവേഴ്സറിയും ഓണം ഒക്കെ വരും. ആ സമയത്ത് എന്നെ കാണാനും സമ്മാനം തരാനും താൻ വന്നേക്കരുത്. അങ്ങനെ വന്നാ ഇനി പറച്ചിലൊന്നുമില്ല. എന്റെ അച്ഛനും മുത്തശ്ശിയും ഞാനും കൂടി തന്നെ ആട്ടി ഓടിക്കും. ഇങ്ങനെ ഒരു രംഗം മനസ്സിൽ കണ്ടിട്ടല്ലേ രണ്ടാളും കൂടെ എന്നെ ഒന്ന് സഹായിച്ചത്. പഴയ പോലെ എന്റെ കയ്യിൽ സ്വർണം കൊണ്ട് തന്നത്. സ്വർണം കൊണ്ട് തന്നിട്ടേ ഇവള് വിളിച്ചു പറഞ്ഞു കാണും, ഇവളാണ് നിന്റെ കയ്യിൽ സ്വർണം തന്നതെന്ന്. അങ്ങനെ അവള് പറഞ്ഞോ? അല്ലെങ്കിൽ പിന്നെ എന്തിനാടി ഇങ്ങനെയുള്ള സൗജന്യങ്ങളൊക്കെ നീ ചെയ്യുന്നേ? എങ്ങനെയും ഇവനെയും കരുണയും തമ്മിൽ അകറ്റണം. കരുണ താലി ഊരി തരണം, ബന്ധം പിരിയണം. ഇതൊക്കെ തന്നെയല്ലേ നിങ്ങൾ രണ്ടുപേരും ആഗ്രഹിക്കുന്നത്? ഇതൊക്കെ കേൾക്കാൻ താൻ ബാധ്യസ്ഥയാ. വലിയ പണം മുടക്കി സ്വർണം വാങ്ങിയപ്പോ തന്നെ ഞാൻ പറഞ്ഞതാ ഇതൊക്കെ ആപത്തിനാണെന്ന്. എന്നാ നാണോ മാനോ ഉള്ളവനാണെങ്കിൽ പഴയൊരു സംഭവം മുന്നിലുള്ളതുകൊണ്ട് ഇങ്ങനെ ഒരു സമ്മാനം കൊണ്ടു തരുമ്പോ അത് വാങ്ങിക്കത്തില്ല. ഇതവൻ വാങ്ങിക്കുകയും ചെയ്തു, കൊണ്ട് കൊടുക്കുകയും ചെയ്തു. എന്നാ അപ്പോഴിവന് ബുദ്ധി തോന്നിയില്ല. അവള് പറഞ്ഞതുപോലെ സ്വർണ്ണക്കടയുടെ കവർ കാണിക്കരുതെന്ന്. അത് കാണിച്ചില്ലായിരുന്നെങ്കിൽ ഒരു കാരണവശാലും ഇങ്ങനൊരു സീൻ ഉണ്ടാവത്തില്ലായിരുന്നു. എന്നാലും ഉണ്ടാവും. ഇവരെ അറിയിക്കോ അവളെ. നടന്നോക്കെ മഹി, തിരുത്താൻ പറ്റുന്നവരെ തിരുത്താൻ പറ്റൂ, സ്നേഹിക്കേണ്ടവരെ സ്നേഹിക്കാൻ പറ്റൂ. അല്ലാതെ നമ്മളൊന്നിനും നന്മ കാണാത്തവരെ, ശരി കാണാത്തവരെ സഹായിക്കാൻ ശ്രമിച്ചാ അതിലും അവരെന്തെങ്കിലുമൊക്കെ പാളിച്ച കാണും. ഇനിയെങ്കിലും അർഹതയില്ലാത്തവരെ സഹായിക്കരുത്. താമ
10-12 ലക്ഷം കൊടുത്ത് വാങ്ങിയ സ്വർണ്ണമല്ല അത്. അതിങ്ങെടുക്ക്. ഇനിയിപ്പോ താനത് കൈ തന്നെ വെച്ചോ. ആ, ഹ്. വാങ്ങിയവർക്ക് തന്നെ അത് കിട്ടുകയും ചെയ്തു. 10 ലക്ഷം രൂപയ്ക്ക് മുകളിലാ മുടക്കിയത്. അത് നഷ്ടപ്പെട്ടു പോവാനേ ആരും ആഗ്രഹിക്കത്തില്ല. 10 ലക്ഷം രൂപയെന്നൊക്കെ പറഞ്ഞാല് ഇയാളെ സംബന്ധിച്ചിടത്തോളം നിസ്സാരമാ. കോടികളുടെ പുറത്തിരിക്കുന്ന ഒരാളാ ഇപ്പോഴെന്റെ ഭാര്യ. അതെല്ലാവരും മനസ്സിലാക്കണം.